ഭയങ്കര ഭ്രാന്തുള്ള ഒരു പുസ്തകമാണ് നല്ലത്. എൻ്റെ എല്ലാവിധ ഉന്മാദങ്ങളും അത്രമേൽ ആഴത്തിൽ ആഖ്യാനിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ മരണാവസ്ഥയെ മാറിയെന്ന് വായിക്കുന്നത്. ഈ കേരളത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള ഏറ്റവും അശ്ലീലമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സവർണർക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനം. ഭ്രമയുഗം അത് സവർണ സിനിമയാണോ അവർണ സിനിമ? അതെ, സവർണ സിനിമയായിട്ടാണ് എനിക്ക് വായനയിൽ തോന്നിയത്. ഭ്രമയുഗത്തിലെ ശരിക്കും ചാത്തന കെട്ടിയിട്ട ഒരു മനുഷ്യന്റെ, ഒരു ബ്രാഹ്മണന്റെ കഥയല്ലേ അത്. ബ്രാഹ്മണർക്ക് നായരോട് ജാതി വിവേചനം ഉണ്ടാവും, നായർക്ക് ആരോടുണ്ടാവും? ഈഴവരോ നമ്മുടെ തീയരാണ്, ഈഴവരില്ല. തീയ, മണിയാണി അല്ലെങ്കിൽ മറ്റ് വാണിയ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക ജാതിക്കാർക്ക് ആരോട് പ്രശ്നം ഉണ്ടാവും? SC-ക്കാരോട് പ്രശ്നം ഉണ്ടാവും. ഈ SC-ക്കാരോട് ആരോട് പ്രശ്നം ഉണ്ടാവും? ST-ക്കാരോട്. ജാതി പല രീതിയിൽ നമ്മളെ സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്. അത് മരണാവസ്ഥത്തിൽ ഞാൻ പല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ശങ്കരാചാര്യരുടെ ഉള്ളിലെ ജാതീയത ക്രോസ് ചെയ്ത മനുഷ്യനാണ് പൊട്ടൻ. അയാളൊരു പുലയനായിരുന്നു. അത് ശിവനാക്കി മാറ്റിയത് സവർണതയാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൊഞ്ഞേർ എന്ന് പറയാം. പൊഞ്ഞേർ, അതായത് മനസ്സിൽ ഭയങ്കരമായിട്ട് പൊഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർമ്മകളുടെ ഒരു സാധനത്തിൽ കാസർഗോഡ് ഭാഷയിൽ പറയുന്നത്. കഥകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ മാത്രല്ല, ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സകലതിൻ്റെതുമാണെന്ന് കാട്ടിത്തന്ന ഒരു എഴുത്തുകാരനാണ് കൂടെ ഉള്ളത്. ചേച്ചണം, നമസ്കാരം. ഈ പറഞ്ഞ പോലെ എഴുത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത് ചുറ്റുമുള്ള എല്ലാറ്റിൻ്റെ ആണെന്നുള്ളൊരു ആഖ്യാനം എല്ലാ കഥകളിലും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പക്ഷെ കേട്ട് പരിചയിച്ച കഥകൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അങ്ങനെ ചുറ്റുമുള്ള വളരെ ധീരനായിട്ടുള്ള ഒരു കോഴിയിലേക്കും കാവൽ നിൽക്കുന്ന പട്ടിയിലേക്കും ഒക്കെ പോയിട്ടുള്ളൂ. അപ്പം ഇതിലേക്കെല്ലാം കഥകൾ സഞ്ചരിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നത്, ആ തോന്നലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അല്ല, അത് മനഃപൂർവ്വമായിട്ടുള്ളൊരു തോന്നൽ, ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതല്ല. അത് ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലം തൊട്ടേന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവ ലോകമുണ്ടല്ലോ. അതായത് എൻ്റെ വീട്ടിൽ മനുഷ്യരെ പോലെ തന്നെ സ്നേഹതുല്യരായ പക്ഷി മൃഗാദികളൊക്കെ ഉണ്ടായിരുന്നു. അത് നായ, പൂച്ച, മറ്റ് മൈന, തത്തകൾ, പശുക്കൾ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു പുറത്ത് അങ്ങനെ ദൂരെയുള്ള ഒരു സംഭവമായിരുന്നില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ വല്യമ്മയായാലും വല്യമ്മയുടെ അനിയത്തിയായാലും പശുക്കളോടൊക്കെ വർത്താനം പറയുന്ന കണ്ടിട്ടാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലം പിന്നെ വളരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവര് സംസാരിക്കുന്ന ഇവരുടെ സങ്കടങ്ങളൊക്കെ പലപ്പോഴും പങ്കുവച്ചിരുന്നത് ദേഷ്യം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഇവരായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇവരെ മനുഷ്യരെ പോലെ തന്നെയാണ് ഇവരും എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ബോധം അതാണ് ഒരു ആരെയും പിന്നെ ഡിസൈഡ് ചെയ്യുന്ന അവൻ്റെയും അവളുടെയും കുട്ടിക്കാലമായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ എഴുത്തുകാരനാവോ അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴും അതിന് നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കുട്ടിക്കാലമാണ്. എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് മനുഷ്യനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടുന്ന് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള അത്തരത്തിലുള്ള പാഠങ്ങൾ ആണ് എൻ്റെ കഥയിൽ അബോധ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് എന്താ വെച്ചാൽ ഇപ്പോൾ ആദ്യ കഥാസമാരം തൊട്ടിട്ട് ഇപ്പോൾ മരണവംശത്തിൽ വരെ അവരെ എങ്ങനെ വരും പലതരത്തിലുള്ള വന്നുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. കൃത്രിമമായിട്ട് അല്ലെങ്കിൽ നമുക്കത് ചേർത്ത് കളയാം, ഇത് ഇവിടെ പിന്നെ പോസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് വരുന്നതല്ല. അതിനൊരു എനിക്ക് സ്വാഭാവികമായിട്ട് മാത്രമേ എൻ്റെ ഒരു ആഖ്യാനം രൂപപ്പെടാറുള്ളൂ. അല്ലാതെ അത് ഇപ്പം മനസ്സിന് പിടിക്കുക എന്ന് പറയും, മനസ്സിന് പിടിച്ചാലേ നമുക്കത് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര എനിക്ക് തന്നെ അസ്വസ്ഥമാവും. ഈ ഒരു ഫീൽ നമുക്കത് വായിക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് എവിടെയോ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പം നാട്ടിൽ നിന്നൊക്കെ നഗരത്തിലേക്ക് പറിച്ചു നട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ റിലേറ്റബിൾ ആണ്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരുപാട് ഇവന്റ് ഇപ്പൊ എയർക്കാനയിലേക്ക് പോയി കഴിഞ്ഞാൽ എയർക്കാനെ നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തും നമുക്കറിയുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണോ ഇത്തരം തിരിച്ചുപോക്കുകളൊക്കെ? എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൊഞ്ഞേർ എന്ന് പറയാം. പൊഞ്ഞേർ അതായത് മനസ്സിൽ ഭയങ്കരമായിട്ട് പൊഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർമ്മകളുടെ ഒരു സാധനത്തിൽ കാസർഗോഡ് ഭാഷയിൽ പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു നൊസ്റ്റാൾജിയ ഗൃഹാതുരത്വത്തിന് നൊസ്റ്റാൾജിയക്ക് പകരം വെക്കാവുന്ന ഒരു വീട് പൊഞ്ഞേറേ ഉള്ളൂ തോന്നുന്നത്. നിങ്ങളെ സ്ഥലത്തൊന്നും ഇല്ലല്ലോ? അപ്പൊ അത് എനിക്ക് ഇപ്പോ ഞാൻ എൻ്റെ ഒരു സ്കൂൾ കോളേജ് ഒക്കെ എൻ്റെ നാട്ടിലാണ് കഴിഞ്ഞത്. ഞാൻ ജോലിയുടെ ഭാഗമായിട്ടാണ് നഗരങ്ങളിലേക്ക് വരുന്നത്.
അപ്പോൾ കൊച്ചിയിൽ ജോലി ചെയ്തു, കൊല്ലത്ത്, കോഴിക്കോടൊക്കെ ജോലി ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാനുള്ള ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. നാട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു രക്ഷിതനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. എപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന, നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന. പക്ഷെ നമ്മളുടെ ഒരു ജീവിതം ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് മാത്രം തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ എന്തായാലും ഉണ്ടാവുമല്ലോ, മിസ്സാവുക എന്ന് പറയില്ല നമ്മളുടെ നാട്ടു ജീവിതം, അവിടുത്തെ അനുഭവ ലോകം, അവിടുത്തെ രാത്രികൾ. അപ്പൊ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, അതിന് ഒരു പരിഹാരം കൂടിയാവും എൻ്റെ എഴുത്തിലൂടെ അത്തരത്തിലുള്ള അനുഭവ ലോകം കടന്നു വരുന്നത്. സ്വയം അത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള എല്ലാ എഴുത്തുകാരുടെയും ഉള്ളിൽ ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു മനസ്സുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ ഏതൊരു കഥ എഴുതിയിട്ടുണ്ട്. ഒരു തരത്തിൽ സത്യമല്ലേ അത്? നമ്മളുടെ ഒന്നും നിറവേറ്റാനാവാതെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പലയിടങ്ങളിലേക്കും വലിച്ചഴക്കപ്പെടേണ്ടി വരുന്ന ഒരാളല്ലോ പൊതുവെ മനുഷ്യർ. അങ്ങനെ അല്ലാത്ത ഭാഗ്യന്മാരുണ്ടാവും, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് അതൊക്കെ നിറവേറ്റപ്പെടുന്ന ആളുകളുണ്ടാവും. പക്ഷെ പൊതുവെ ഇവിടെ ജനിച്ചു വീഴുന്ന മനുഷ്യരൊക്കെ കുമാരനാശനൊക്കെ പറഞ്ഞ പോലെ സങ്കടകരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്, അതൃപ്തരായിട്ടാണ് മരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ നാട് മിസ്സിംഗ് ആണ് എപ്പോഴും. അപ്പൊ ആ മിസ്സിങ്ങിനെ പരിഹരിക്കാനുള്ള ശ്രമം കൂടിയാണ് എൻ്റെ എഴുത്തിൽ കടന്നു വരുന്ന എൻ്റെ നാടും നാട്ടുകാരും മറ്റ് സംഭവങ്ങളൊക്കെ. മരണവംശത്തിന് 2 വർഷം കഴിയാണ്, 2 വയസ്സായി. ഈ 2 വർഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ കുറച്ച് പീരീഡിൽ വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ആഴത്തിലുള്ള വായനയും ഗൗരവമുള്ള വായനയും, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫാൻ പോസ്റ്ററുകൾ വരിക, ഫാൻസ് വീഡിയോ ആയിട്ട് ഇറക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ മൊമെന്റുകളിലൂടെയും മരണവംശം 2 വർഷത്തിൽ പോയിട്ടുണ്ട്. അതൊരു എഴുത്തുകാരന് തന്നിട്ടുള്ള ഒരു അനുഭൂതി എന്താണ്? അല്ല, ഞാനത് നോവൽ ഇറങ്ങുന്ന സമയത്ത് ഞാനും എൻ്റെ പങ്കാളിയായിട്ടുള്ള മനുഷ്യൻ വിചാരിച്ച ആരും വായിക്കില്ലതാണ്. അതെന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്തുള്ള ഒരു പുസ്തകമാണ് മരണവംശം. എൻ്റെ എല്ലാവിധ ഉന്മാദങ്ങളും അത്രമേൽ ആഴത്തിൽ ആഖ്യാനിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ മരണവംശത്തെ മാറിയെന്ന് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാരും സ്വീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനെ പ്രസിദ്ധീകരിക്കുന്ന വേളയിൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ചന്ദ്ര പറഞ്ഞ പോലെ നേരത്തെ പലതരം വായനകളുണ്ടായി. വളരെ സീരിയസ് ആയിട്ട് വായിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു, വളരെ താഴെത്തട്ട്. ഇന്നലെ തന്നെ +2 പഠിക്കുന്ന ഒരു മോള് വിളിച്ചൊരു മലപ്പുറത്ത് ചേട്ടാ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ ഒരു ജെൻസി കുട്ടികൾക്ക് ഇഷ്ടാവുന്നു, ഭയങ്കരമായി വായിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള വായനക്കാരുണ്ടാവുമല്ലോ, വാർക്കപ്പണിക്ക് പോകുന്നവർ, കൂലിപ്പണിക്ക് പോകുന്നവർ, അവർക്കൊക്കെ ഇത് വർക്കാവുന്നു എന്ന് പറയുന്നത് അത് എൻ്റെ മേന്മയല്ല. അത് ബേസിക്കലി അതിലെ കഥയും കഥാപരിസരവും അതിലെ കഥാപാത്രങ്ങളുമാണ് അതിന് അർഹർ. ഞാനതിനൊരു എന്താ പറയുക ഇടനിലക്കാരൻ, ഒരു ബ്രോക്കറായി മധ്യസ്ഥനായി നിന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിലെനിക്ക് സന്തോഷമുണ്ട്. എനിക്കതിൽ ഒരു ദിവസം സത്യം പറയുകയാണെങ്കിൽ ദിവസം ഒരു 3 കോളങ്ങൾ എന്നെ തേടി വരും ഇപ്പോഴും. എപ്പോഴും വരും. അത് പല സ്ഥലങ്ങളിൽ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു കാസർഗോഡ് മാത്രമായിരിക്കും. കാസർഗോഡ് കണ്ണൂർ ഡയലക്റ്റിക്സ് ആണല്ലോ പൊതുവെ. പിന്നെ അതിലെ മിത്ത് പ്രയോഗങ്ങളൊക്കെ വടക്കേ മലബാറാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എത്ര കണ്ട് പിടികിട്ടില്ല എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവുമല്ലോ സ്വാഭാവികം. പക്ഷെ അതല്ല, എല്ലാ സ്ഥലത്തും വിളിക്കും. ഇന്നലെ എന്നെ വിളിച്ച് തിരുവനന്തപുരത്തുനിന്ന് ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, പിന്നെ കൊല്ലത്തുനിന്ന് ഒരു കോഡ് വന്നു, പിന്നെ മലപ്പുറത്ത്. അങ്ങനെ 3 പേര് എല്ലാ ദിവസവും ഒരു 2 പേരെങ്കിലും വിളിക്കും എന്നുള്ളതാണ്. അതെനിക്ക് വിളിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ലജ്ജ തോന്നുന്നുണ്ട്. അവരിങ്ങനെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു ഇൻവേർട്ടറാണ്. അതങ്ങനെ കാണുമ്പോൾ തോന്നില്ലെങ്കിലും ഉള്ളിൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഒരാൾ നമ്മളെ പുസ്തകം വായിച്ച് നല്ലതെന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലൊരു നാണം ഉണ്ടാവും. നാണം, ഒരു ഷെയിം, എന്തൊരു കുറ്റബോധം ഉണ്ടാവും. അതൊരു എല്ലാ എഴുത്തുകാർക്കും അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ഈ 2 വർഷം കഴിഞ്ഞു അതേ ഫീലാണോ? യെസ്. അത് മരണവംശം വന്നതോടുകൂടി ഒരു റൈറ്റർ എന്ന നിലയിൽ എൻ്റെ ഒരു പൊതുയിടങ്ങളിൽ കൂടുതൽ അറിയാൻ തുടങ്ങിയ ആവേണ്ടി വരുന്നു. പല സ്ഥലങ്ങളിലും പല വേദികളിലും പിന്നെ പലയിടങ്ങളിലും ആളുകൾ തിരിച്ചറിയുന്നു. അതൊക്കെ സന്തോഷകരമാണ്. അതിനപ്പുറത്ത് ഇങ്ങനെ എന്തോ ഉള്ളിലൊരു കുറ്റബോധം മീൻസ് അതെന്താണ് കുറ്റബോധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആളുകൾ വായിച്ചിട്ട് എനിക്ക് അവരോട് എന്തോ ഒരു എന്താ പറയാ, അവരോട് ഭയങ്കര സ്നേഹം തോന്നും വായിച്ചവർ വിളിക്കുമ്പോൾ.
പക്ഷെ അതോടൊപ്പം നമ്മളിത് അത്ര അർഹനാണോ നമ്മള് അവര് അല്ല ഇത് ശരിക്കും ആ കഥയും കഥാപരിസരവും അതിന് ഞാൻ ശരിക്കും അവരല്ലേ അതിന്റെ അതിൽ വന്ന ചന്ദ്രനായാലും ഭാസ്കരനായാലും നളിനിയായാലും അതിലെ മയിലായാലും കിളികളായാലും ഒക്കെ അവരാണ് അതിന് അർഹർ. ഒരു എഴുത്തുകാരനും ഞാൻ വിചാരിക്കുന്നത് സ്വന്തം കൃതി ഞാനാണ് അതിന്റെ ഒരു രാജാവ്, ഞാൻ തന്നെയാണ് അവകാശപ്പെട്ടവൻ എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ഒരു, അതായത് മരണവശം ഞാൻ എഴുതേണ്ടതാണ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ വന്നതാണ് എൻ്റെ എല്ലാ കഥകളും ഓർമ്മക്കുറിപ്പുകളും നോവലും ഇനി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലും ഇനി ചിലപ്പം എഴുതിയേക്കാവുന്ന നോവലും ഒക്കെ. അതിൻ്റെ ആത്യന്തികമായിട്ട് ഞാനാണ് അതിൻ്റെ ഉടമസ്ഥാവകാശി എന്ന അഹങ്കാരം എനിക്കില്ല. അഹങ്കാരം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിലെ എഴുത്ത് ആ പറഞ്ഞ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു പാത്രം കിട്ടുന്നത് ആ പുസ്തകത്തിലാണ്. അതിലെ ചുരുങ്ങിയ വാക്കുകളിൽ കൊടുക്കുന്ന ആലങ്കാരികതയിലാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ കാര്യങ്ങൾ നരേറ്റ് ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. ഇപ്പം അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള അതിലെ കോഴിപ്പോരിന്റെ രംഗങ്ങളാണ്. അവിടെയൊക്കെ ചേട്ടൻ ഉപയോഗിച്ചിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസസ് ആണ്, ചെറിയ വാക്കുകളാണ്, വളരെ വളരെ പ്രാദേശികമായിട്ടുള്ള ഭാഷയാണ്. ഇതിലൊരു വിഷ്വലി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. അല്ല, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഏത് കൃതിയും ചന്ദ്ര വായിക്കുന്ന ഒരാളായതുകൊണ്ട് കൃത്യമായിട്ട് ബോധ്യമുണ്ടാവും. ഏത് കൃതിയും അത് മികവുറ്റതാക്കുന്ന അതിൻ്റെ ഭാഷയാണ്. നമ്മൾ പ്രമേയം പലപ്പോഴും നമ്മൾ പല കഥകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രമേയം അത്ര പുതുമ ഉണ്ടാവണമെന്നില്ല. പൊതുവെ ഈ സാഹിത്യത്തിന് ഉണ്ടാവുന്ന പിന്നെ എന്താ പറയാ പ്രമേയങ്ങൾ 7 തരത്തിലാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. മറ്റേ പ്രണയം, പക, മരണം തുടങ്ങിയ ഒരു 7 കാറ്റഗറിയിൽ ആരോ വേർതിരിച്ചിട്ടുണ്ട്. എനിക്ക് അത് സത്യമാണെന്ന് തോന്നുന്നു. പക്ഷെ അത് പുതുമയുള്ളതായി തോന്നുന്നത് അതിന്റെ ഭാഷ കൊണ്ടാണ്. ഇപ്പോൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ ഏകാന്തരം 100 വർഷങ്ങൾ ഭാഷ കൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് അതിലത്തെ മാജിക്കൽ റിയൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഭാഷ കൊണ്ട് കളിക്കുന്ന ഒരു മാന്ത്രികതയുണ്ട്. പിന്നെ കോളറ കാലത്ത് പ്രണയം, പെഡ്രോ പരാമോ, അതൊക്കെ ഭാഷ കൊണ്ടുള്ള ഭ്രാന്താണ്. ഖസാക്കിന്റെ ഇതിഹാസം നമ്മള് ആ പാലക്കാടൻ കരിമ്പനകൾക്കിടയിലെ കാറ്റുപോലെ നമ്മളെ മനസ്സിലിങ്ങനെ ചുറ്റും. അതേപോലെ ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണന്റെ ഭാഷയുടെ ഒരു ഭാരത വരെയുണ്ടോ കുട്ടികൃഷ്ണമാരാറിന്, പിന്നെ സുഭാഷ് ഏട്ടന്റെ മനുഷ്യനാണോ, ഭാഷയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാന്ത്രികത ഉണ്ട്. അലാഹയുടെ പെൺമക്കൾ, സാറ ടീച്ചറെ, അപ്പൊ അങ്ങനെ ഒരുപാട് നോവലുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന നോവലുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ എനിക്ക് ഭാഷ ആണ് എൻ്റെ നോവലിന്റെ ആത്മാവ് എന്ന് എനിക്ക് തോന്നിയിരുന്നു എഴുതുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ മുൻമാതൃക എഴുതുന്നത് എൻ്റെ ഞങ്ങളുടെ നാട്ടുകാരനും മലയാളത്തിലെ മഹാകവിയായിട്ടുള്ള പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മാവ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമാണ്. പിന്നെ കുഞ്ഞിരാമൻ അദ്ദേഹത്തിന്റെ ആ ഭാഷ ഭയങ്കര ചെറിയ ചെറിയ ഷോർട്ട് വാക്കുകൾ കൊണ്ടാണ് ഒരു പദം പൂരിപ്പിക്കുന്നത്. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. എഴുതുന്ന വേളയിൽ ഞാൻ അത് ആലോചിച്ചില്ല. പിന്നീട് എന്നോട് പിന്നെ പി പി പ്രകാശം മാഷാണ് പറഞ്ഞത്, നമ്മളെ എഴുത്തുകാരൻ്റെ അധ്യാപകനായിട്ടുള്ള മാഷ പറഞ്ഞു, അത് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ അതിൻ്റെ ഒരു മൂഡ് ഓഫ് സാധനം ഇതിൻ്റെ ലാംഗ്വേജിൽ വരുന്നുണ്ട്, അത് ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറഞ്ഞിട്ട് പ്രകാശ് മാഷനെ വിളിച്ചു പറയുന്നത്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അത് എഴുതുന്ന സമയത്ത് അങ്ങനെ ആലോചിച്ചിരുന്നില്ല. എനിക്ക് പിന്നെ ചന്ത നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വിഷ്വലായിട്ട് എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. അപ്പൊ കോഴിപ്പോര് പിന്നെ ഞാൻ അത് എഴുതുന്ന സമയത്ത് എനിക്ക് കോഴിപ്പോര് എൻ്റെ മനസ്സിൽ നടക്കുന്നുണ്ട്. അതിപ്പോ അവിടെ പിന്നെ അപ്പുറത്തൊരു ചാരായ കടയുണ്ട്, മറ്റേ പട്ടച്ചാരായ വെക്കുന്ന കടയുണ്ട്. അവിടുത്തെ ബഹളങ്ങൾ, എൻ്റെ ബഹളങ്ങളും അവിടുത്തെ വർത്തമാനങ്ങളും അവിടുത്തെ ആളുകളൊക്കെ എൻ്റെ വിഷ്വലുണ്ട്. ഇപ്പുറത്തെ കോഴിയെ കെട്ടിയിട്ടുള്ള ആ സ്ഥലം, അപ്പുറത്ത് ഒരു പൂച്ച ചിലപ്പോൾ വെറുതെ ഇങ്ങനെ മണത്ത് കരഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ടാവും. പിന്നെ ഒരുത്തൻ മദ്യവെച്ചിട്ട് അവിടെ ബോധരഹിതനായി കിടക്കുന്നുണ്ടാവും. അവൻ ചിലപ്പം ബോധത്തിങ്ങനെ പരപ്പ് പറയുന്നുണ്ടാവും, ആളുകളൊക്കെ തെറി വിളിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വിഷ്വല് ഞാൻ കണ്ടിട്ട് എഴുതും. അത് ഞാൻ കുട്ടിക്കാലം തൊട്ട് എൻ്റെ ഒരു ശീലമാണ്. അതായത് ഒന്ന്, നമ്മളിപ്പോ ഭയങ്കരമായിട്ടുള്ള സംഭ്രമാത്മകതയുള്ള ഭയമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ ഈ ഭയമുള്ള ആളുകൾക്കുള്ള ഗുണം എന്ന് വെച്ചാല് എല്ലാം നോട്ട് ചെയ്യുന്ന ഒന്ന് നോട്ട് ചെയ്യുന്നു. അതിനൊപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്യും അല്ലേ. നമ്മൾ കുട്ടിക്കാലത്ത് പ്രേതങ്ങൾ, പണ്ട് കറണ്ട് ഇല്ലാത്ത കാലത്താണ് നമ്മളെയൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലം കടന്നത്. അപ്പൊ ഒരു 8 മണി കഴിഞ്ഞാൽ പ്രേതങ്ങളൊക്കെ വീട്ടിന്റെ അകത്തും പുറത്തും മറ്റേ കുന്നിന്റെ മുകളിലും ഉണ്ടാവും. അപ്പൊ ഒരു ഇലയണങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും അത് പ്രേതത്തിന്റെ വരവാണ്. അപ്പൊ അതിന് നമ്മളത് വിഷ്വൽ ചെയ്യും. അന്ന് കുതിരക്കാലുകളുള്ള മനുഷ്യനൊക്കെ നടക്കുന്ന, കുതിരയുടെ കാലുകളുള്ള മനുഷ്യര് നമ്മുടെ നാട്ടിലൂടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കഥ പ്രചരിപ്പിക്കുകയും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് 7 മണി കഴിഞ്ഞ് പുറത്തിറങ്ങാതെ പോയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇമാജിനേഷൻ തലം ഭയങ്കര വൈഡായിരുന്നു. അപ്പൊ അത്
അതിൽ വിഷ്വലായിട്ട് നമ്മൾ ഉണ്ടാക്കും. കുതിരക്കാലുള്ളൊരു മനുഷ്യൻ നടന്നു വരുന്നു. അപ്പൊ ആ വിഷ്വലിൽ നമ്മൾ ആ ഇടവഴിയിലൂടെ നടന്നു വന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ഒരു വിഷ്വൽ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അത് കഥകളിൽ വന്നു, ഈ നോവലുണ്ട്. അപ്പൊ ഈ ദൃശ്യപരത കഥയിൽ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എനിക്കിപ്പോഴും എന്തെഴുതുമ്പോഴും ദൃശ്യമായിട്ട് തന്നെ എന്റെ മനസ്സിൽ വരും. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വായനക്കാരൻ അങ്ങനെ അത്തരത്തിലുള്ളൊരു വിഷ്വൽ ലാംഗ്വേജ് ഉള്ള ഒരു കൃതി വായിക്കുമ്പോൾ ആ വിഷ്വൽ അവന്റെ മനസ്സിൽ പതി. ഇപ്പോ ചിരുകണ്ഠന്റെ കോഴിപ്പോര് ചന്ദ്രയുടെ മനസ്സിലില്ലേ, അത് കറക്റ്റ് ഇല്ലേ? അത് ഞാൻ മനഃപൂർവ്വം ചെയ്യേണ്ടതല്ല, അത് ചെയ്യുന്നതല്ല. പക്ഷെ അത് വായിക്കുന്നവർക്ക് അതൊരു കാഴ്ച പോലെ മനസ്സിൽ മായാതെ നിൽക്കും. ഈ വിഷ്വല് ഒരു എഴുത്തിൽ വിഷ്വൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, എഴുത്തിൽ വിഷ്വൽ കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ മറക്കില്ല. തർക്കോവ്സ്കിയുടെ സിനിമകൾ, പിന്നെ നൊസ്റ്റാൾജിയ, അതൊക്കെ വിഷ്വലിന്റെ ഒരു പെയിന്റിങ് വരച്ചു വെക്കുന്ന പോലത്തെ സിനിമകളാണ്. അപ്പൊ എനിക്ക് അതൊക്കെ തന്നെ സാധ്യതയുണ്ട്. പക്ഷെ എഴുത്തിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എനിക്ക് ഈ കോഴിപ്പോരിനെക്കാട്ടിലും കള്ളൻ റൂമിനകത്ത് ലോക്കാവുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും ഒരു സിനിമ കണ്ടൊരു ഫീൽ അത് വായിക്കുമ്പോ ഉണ്ടാകുന്നുണ്ട്. അതെ. പക്ഷെ ഇവിടെ ഇല്ലേ, ഈ പറഞ്ഞ സീൻ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീടോ അങ്ങനെ ഒരു സാഹചര്യമോ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോൾ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, ഈ കാലം അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല, ഇത് എവിടെയും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ സിനിമയുടെ വിഷ്വൽ ഉണ്ട്, വിഷ്വൽ ആളുകൾക്ക് ഇത് ഇത്രയാണുള്ളത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നോവലിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് എഴുത്തിലൂടെ ഇത് കൊടുക്കുക? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാലം, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ചും രണ്ട് റൈറ്റിങ്ങിലാണെങ്കിൽ എല്ലാം ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പൊ ഒരു കട്ടിലിന്റെ തൂണ് എങ്ങനെയാണെന്നുള്ളത് പോലും അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്ര ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു ചരിത്ര പഠനം ഉണ്ടായിട്ടുണ്ടാവും. ആ കാലഘട്ടം, അവിടുത്തെ ആളുകള്. ഇപ്പൊ എയർഖാനയിൽ നമുക്ക് നോക്കുമ്പോൾ ഇന്റർനെറ്റിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാലത്താണ് തുടങ്ങുന്നത്. പ്രൈവസി കൂടുതലുള്ള മനുഷ്യരാണ് ആ നാട്ടിലെ ആളുകൾക്ക്, അത്രയും സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഈ ഒരു സ്ഥലം, ഈ ഒരു കാലം ഒക്കെ സെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ഒരു പഠനം ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. എഴുത്തിന് പിറകിലും അതിൻ്റെതായിട്ടുള്ള ഒരു യാതനകളും അതിൻ്റെതായിട്ടുള്ള യാത്രകളും അതിൻ്റെതായിട്ടുള്ള വായനകളും അതിൻ്റെതായിട്ടുള്ള അന്വേഷണങ്ങളും ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവും, എല്ലാ എഴുത്തുകാരും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായും. പിന്നെ നേരത്തെ ചന്ദ്ര പറഞ്ഞ പോലെ നമുക്കൊരു വിഷ്വൽ സാധനം ഉണ്ടല്ലോ. അതായത് ഒരു പുസ്തകം, ഞാനിപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം ഞാൻ വായിക്കുന്ന പോലെ ആയിരിക്കില്ല ചന്ദ്ര വായിക്കുന്നത്. ചന്ദ്രയിൽ ഒരു വിഷ്വൽ ഉണ്ടാവും, എനിക്കൊരു വിഷ്വൽ ഉണ്ടാവും. ഞാനത് കണക്ട് ചെയ്യാൻ എൻ്റെ ലൊക്കാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലേ? ചന്ദ്ര അങ്ങനെ ആ രീതിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ എനിക്കറിയാം, ഇതിപ്പോ ഞാൻ പിന്നെ ബെല്ലാൾ മനയിലേക്ക് കള്ളൻ കയറി ചെല്ലുന്ന നേരം തൊട്ട് ആ ബെല്ലാൾമന, ചന്ദ്രയുടെ ഉള്ളിലെ ബെല്ലാൾമന ഉണ്ടാവും, എന്റെ ഉള്ളിലെ ഒരു ബെല്ലാൾമന. അതൊരു എഴുത്തുകാരന് കൃത്യമായിട്ട് ബോധ്യമുണ്ടാവും. ആ ബോധ്യപ്പെടലാണ് എഴുത്തിന്റെ ഒരു സാധനം. ഒരു നദിയിലേക്ക് ഒരാൾ ഒരു പ്രാവശ്യമേ ഇറങ്ങുന്നുള്ളൂ എന്ന് സോഫോക്ലിസ് അന്ന് പറഞ്ഞില്ല. രണ്ടാമത് ഇറങ്ങുമ്പോൾ നദി വേറൊന്നായി മാറും. എന്താ വെച്ചാല് ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പുസ്തകം, ഒരു നല്ല പുസ്തകം ഒരു വായനക്കാരൻ വായിക്കുന്നത് ഒരു നദിയിൽ ഒരാൾ ഇറങ്ങുന്ന പോലെയാണ്. അത് ഞാൻ ഇറങ്ങുന്നത് പോലെയല്ല ചന്ദ്ര ആ പുസ്തകത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ ആ 1000 വായനക്കാർക്ക് 1000 വായനകൾ ഉണ്ടാവും പുസ്തകത്തിൽ. അപ്പൊ നമ്മൾ ആ ചരിത്രം പറയുമ്പോൾ അത് അതിന്റെ വിഷ്വലില് എൻ്റെ ഒരു ബോധ്യത്തിൽ ഞാൻ എഴുതുന്നു, ആ അധ്യായം ഞാൻ എഴുതുന്നു. അത് നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ ഒരു കണക്ഷൻ ഓഫ് ഹിസ്റ്ററി വെച്ചിട്ടായിരിക്കും വായിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് കറക്റ്റ് ഏത് കാലം തൊട്ട് ഏത് കാലം അവിടെ എന്ത് സംഭവിച്ചു. ഞങ്ങൾ ഈ കള്ളൻ ഉണ്ടായിരുന്നു അവിടെ, അങ്ങനത്തെ ഒരു കള്ളൻ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ബല്ലാൾ ബ്രിട്ടീഷുകാരുടെ അതല്ല, അത് സങ്കല്പമായിരുന്നു. അത് മറ്റേതുണ്ടായിരുന്നു. അതായത് ഈ 2 സ്ത്രീകളെ കൊന്നു കളഞ്ഞു, ബ്രിട്ടീഷുകാരെ തൂക്കിക്കൊന്നു. ചന്ദ്രഗിരി പാലത്തിന്റെ അടുത്ത്, ചന്ദ്രഗിരി പാലം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്രഗിരി ഉണ്ട്. അതായത് നമ്മൾ മംഗലാപുരത്തേക്ക് പോകുന്ന സമയത്ത്, അതായത് മംഗലാപുരം അടുത്തെത്തുമ്പോൾ ഒരു പുഴ കിടക്കും, അത് നേത്രാവതി പുഴ. അവിടെയാണ് ഈ കള്ളനെ തൂക്കിക്കൊന്നത്. അപ്പൊ അത് അങ്ങനെ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ട്, നോവലുണ്ട്. അതുപോലെ അടിയന്തരാവസ്ഥ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഇയാളുടെ കാണാതാവലൂടെയാണ്. അതൊരു ഹിസ്റ്റോറിക്, അത് സത്യമാണല്ലോ. ഒരുപാട് ആളുകൾ കാണാതായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ജയിലടക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ നല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഉണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിനെ ഡോക്യുമെന്റ് ചെയ്യുക എന്ന് പറയുമ്പം
ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനിലും ഒരു സവർണത ഉണ്ടായിട്ടുണ്ട്. അതിൽ കൊട്ടാരങ്ങള് പറഞ്ഞ മനകള് ഇതൊക്കെ മാത്രമാണ് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ കുഞ്ഞമ്മാറിനെ പോലുള്ളൊരു ഹീറോയിന്റെ വരവ്, കോഴിപ്പോരിൽ അവരൊരു സ്ത്രീ ഇറങ്ങി ചെല്ലുന്നൊന്നും അതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഥയോ സാഹിത്യമോ സിനിമയോ നമുക്കതൊന്നും കാണിച്ചു തന്നിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഗതി സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് അല്ലേ? ടാസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പം എൻ്റെ കഥകളുടെ ഒരു അടിയാധാരമായിട്ട് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ അനുഭവ ലോകമാണ്. കാരണം ഞാൻ താഴെത്തട്ടിലുള്ള മനുഷ്യർക്കൊപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ലൈഫാണ്. അല്ലാതെ സവർണതയിൽ ജീവിക്കുകയോ അത്തരത്തിലുള്ള അലങ്കാരങ്ങളോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. ഞാൻ കൃത്യമായിട്ട് ഈ താഴെത്തട്ടിലുള്ള മനുഷ്യർ കൂടുന്ന താഴെ തട്ടുകാരനായിട്ട് ജീവിച്ച ഒരാളാണ്. അത് സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജാതിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും മുഖ്യധാര ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. ആ കാഴ്ചപ്പാട് നമ്മുടെ എഴുത്തിൽ തീർച്ചയായും പ്രതിഫലിച്ചിരിക്കും. ഇപ്പൊ തെയ്യം എന്ന സംഭവം, തെയ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് എല്ലാവരും അതിനെ പറയും എതിരായ അവർണരുടെ പ്രതിരോധത്തിന്റെ കലയാണ് തെയ്യം എന്നാണ് പറയുന്നത്. പക്ഷെ തെയ്യം കെട്ടുന്നത് വരെ അയാൾക്ക് മുമ്പിൽ ദളിതനായിട്ടുള്ള അയാളുടെ മുമ്പിൽ തൊഴുത് കൊണ്ട് നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ അയാൾ അവർണനും ഇയാൾ സവർണനുമായി തുടരും. ജാതി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്രാഹ്മണർക്ക് നായരോട് ജാതി വിവേചനം ഉണ്ടാവും, നായർക്ക് ആരോടുണ്ടാവും? ഈഴവര് നമ്മുടെ തീയരാണ്, ഈഴവരില്ല. ഈഴവര് കൊല്ലം അങ്ങോട്ടാണ്. നമ്മൾ തീയരോട് ജാതി ഉണ്ടാവും. ഈ തീയ ജാതിയിൽപ്പെട്ട ഈ തീയ മണിയാണി അല്ലെങ്കിൽ മറ്റ് വാണിയ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക ജാതിക്കാർക്ക് ആരോട് പ്രശ്നം ഉണ്ടാവും? SC-കാരോട് പ്രശ്നം ഉണ്ടാവും. ഈ SC-കാരോട് ആരോട് പ്രശ്നം ഉണ്ടാവും? ST-കാരോട്. ജാതി പല രീതിയിൽ നമ്മളെ സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്. അത് മരണവംശത്തിൽ ഞാൻ പല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മരണവംശത്തിൽ മാത്രമല്ല പല കഥകളിലും ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം എഴുതാൻ വിചാരിച്ചത് നോവല് കല്ലളം വൈദ്യർ എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള മനുഷ്യന്റെ ലൈഫ് വെച്ചിട്ടുള്ള നോവൽ. അദ്ദേഹമാണ് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെ നാട്ടിൽ നിന്ന് ജയിച്ചത്. EMS-നൊപ്പം ദ്വയാംഗമണ്ഡലായിരുന്നു. EMS-നൊപ്പം മത്സരം ജയിച്ച പുള്ളി ദളിതനായിരുന്നു. EMS-നേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കല്ലളം വൈദ്യർ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ EMS-നെതിരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സർവ്വജാതി മത സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ ഒന്നിച്ച് നിന്ന് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഭൂരിപക്ഷം കൂടിയത്. പുള്ളി ഭയങ്കര വൈദ്യരായിരുന്നു. കാഞ്ഞങ്ങാടെല്ലാം പോയി പലരെയും ചികിത്സിച്ച് ഭേദമാക്കിയ ഭയങ്കര ചരിത്രമുള്ള മനുഷ്യനായിരുന്നു. എൻ്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്താണ്, ഒരു പുഴ കടന്ന് അപ്പുറത്ത് ഒരു വീട്ടിലാണ് പറഞ്ഞത്. എന്താ സംഭവിച്ചത്? പിന്നെ പുള്ളി അടുത്ത് നമ്മളെ മടിക്കി പഞ്ചായത്തിലെ പല ഉന്നത സ്ഥാനങ്ങളൊക്കെ വൈസ് പ്രസിഡന്റ് അങ്ങനെ പല സ്പേസിലും ഉണ്ടായിരുന്നു. മരിച്ച ശേഷം പുള്ളി ഓർമ്മിക്കാൻ ഒരു സ്മാരകമോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വേറെ എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ മരിച്ച ദിവസം പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം ഒന്നും അവിടെ ആ നാട്ടിലില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റോഡ് ഇങ്ങനെ ഉണ്ടാവില്ല, PT ഉഷ റോഡ് അല്ലെങ്കിൽ മറ്റേ റോഡ്, അങ്ങനെ കുറെ ആ റോഡ് പോലും പുള്ളിക്ക് പുള്ളിയുടെ പേരിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഞാനിങ്ങനെ ആലോചിച്ച് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ജാതിയാണ്. ഞാൻ വളരെ ചന്ദ്രക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം KR നാരായണൻ. ഇന്ത്യയില് പ്രസിഡന്റായ ഒരേ ഒരു മലയാളിയാണ് KR നാരായണൻ. അത് പ്രസിഡന്റായി മാത്രമല്ല ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, സ്കോളറായിരുന്നു, പ്രാസംഗികനായിരുന്നു, പിന്നെ MB ആയിരുന്നു, മറ്റു പല MB ആയിട്ടൊക്കെ മത്സരിച്ച ഭയങ്കര പൊളിറ്റിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി ഭയങ്കര ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായ ഒരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങൾ അല്ല മുഖ്യധാര സമൂഹവും എങ്ങനെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത് ആലോചിച്ചാൽ അദ്ദേഹം മരിച്ച ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടാവും, ഇന്ന് KR നാരായണന്റെ ഓർമ്മദിനം ഒരു ഫോട്ടോ. എന്താണ് KR നാരായണന് വേണ്ടി കേരളം ചെയ്തിട്ടുള്ളത്? ആകെ ഒഴിവ് ഒരു KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരു കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതേ സ്ഥലത്ത് ജാതി വിവേചനം കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് ജാതി വിവേചനമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും? അതാണ് അതിന്റെ വേറെ വൈരുദ്ധ്യം. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ KR നാരായണന്റെ ജാതിയാണ് പ്രശ്നം. KR നാരായണൻ ദളിതനല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആഘോഷിച്ചനെ. അങ്ങനെ ഒന്നും രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാംസ്കാരിക ലോകത്തിലോ അധികം ഒന്നും ചെയ്യാത്ത ആൾക്കാരെ എല്ലാ വർഷവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ജാതി അടയാളപ്പെടുത്തൽ. ഇപ്പൊ കുറച്ചുകൂടെ സാംസ്കാരിക രംഗത്ത് കൂടുതൽ ശക്തമായിട്ട് വരുന്നുണ്ടല്ലോ, ഇത്ര ആഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജാതി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. എനിക്ക് ഈ മരണവംശവും അതേപോലെ ജയമോഹന്റെ പുസ്തകമുണ്ട്,
മാടൻ മോക്ഷം. മാടൻ മോക്ഷത്തില് അതെ അല്ല, ആ നോവല് വായിച്ചിട്ട് RSR പാവം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ആ നാടകം എനിക്ക് ഭയങ്കര വർക്കായി. നോവലും ഞാൻ വായിച്ച് അതില് ദൈവം എന്ന് ദൈവത്തിന് ജാതി വിവേചനം ഉണ്ടാവുകയാണ്. അപ്പം മരണവംശത്തില് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അതെ ഏറ്റവും എന്താ പറയാ അടിച്ചമർത്തപ്പെടുന്ന ദൈവമാണ്. അതെ, അമ്മ അപ്പനാവുന്നു. അപ്പം ഇത്തരത്തില് പ്രാദേശികമായിട്ടുള്ള ദൈവങ്ങളുടെ ആഖ്യാനത്തിൽ പോലും ഈ ജാതീയത ഉണ്ട് എന്ന് നമ്മുടെ സാഹിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിന് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ടാണ് കാണുന്നത്? അല്ല, അത് പിന്നെ എന്റെ നാട്ടിലെ ദൈവങ്ങളൊക്കെ നമ്മളുടെ പ്രിയപ്പെട്ട ദൈവങ്ങളാണ്. ഇപ്പൊ ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്പൊ തെയ്യമാണ് നമ്മളുടെ ദൈവം. ഇപ്പൊ മുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മളുടെ ഭയങ്കര അടുത്ത ആളാണ്. മുത്തപ്പൻ നമ്മളെ കൈ പിടിച്ച് വർത്താനം പറയുന്നു, സങ്കടങ്ങൾക്ക് മോചനം തരുന്ന ഒരു തെയ്യമാണ് മുത്തപ്പൻ തെയ്യം. അപ്പൊ അതെന്താ വെച്ചാല് ഇവരെല്ലാം മനുഷ്യരാണ്. ഇവരുടെ കഥ ഐതിഹ്യം അന്വേഷിച്ച് ഇവരൊക്കെ തോറ്റുപോയ മനുഷ്യരാണ്, കൊല്ലപ്പെട്ട മനുഷ്യരാണ്. അത് ഈ സവർണരാൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മറ്റു തരത്തിൽ സവർണർ കൊണ്ടു നടക്കുന്ന ആളുകളാൽ കൊല്ലപ്പെട്ട മനുഷ്യരാണ് എല്ലാ തെയ്യങ്ങളും ആയിട്ടുള്ളത്. കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്ത ആളുകളാണ്. പൊട്ടൻ തെയ്യം ആയാലും ജാതീയതക്കെതിരെ ഭയങ്കരമായിട്ട് ശങ്കരാചാര്യരുടെ ഉള്ളിലെ ജാതീയത ക്രോസ് ചെയ്ത മനുഷ്യനാണ് പൊട്ടൻ. അയാളൊരു പുലയനായിരുന്നു. അത് ശിവനാക്കി മാറ്റിയത് സവർണതയാണ്. ശങ്കരാചാര്യർ ഇങ്ങനെ വരമ്പത്തോടുകൂടി പോകുമ്പോൾ മാറി നടക്കട എന്ന് ഇത്രയും മറ്റേ അദ്വൈത സിദ്ധാന്തവും വേദങ്ങളും എല്ലാം പഠിച്ചിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ജീവിതത്തിന്റെ മറുകര കണ്ടു, മരണത്തിനപ്പുറം കണ്ട മനുഷ്യനാണ്. കുണ്ടലിനി ശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ് ശങ്കരാചാര്യർ. പുള്ളി നടന്നു പോകുമ്പോൾ ഇപ്പുറത്തൊരു പുലയൻ വരമ്പത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വഴിമാറട മുണ്ടക്കൽ ശേഖര എന്നെല്ലാം പറയുന്ന പോലെ ശങ്കരാചാര്യർ വഴിമാറാൻ പറയുന്ന സമയത്ത് പുള്ളി പറയും, നിങ്ങളെ ചോരയും എന്റെ ചോരയും ഒന്നല്ലേ എന്ന് ചോദിച്ചു. കുറെ ചോദ്യം ചോദിച്ചു. അപ്പൊ ഇയാള് മനസ്സിലായി ഇത് കൈവിട്ട കളിയാണെന്ന് വിചാരിച്ച് ശങ്കരാചാര്യ സോറി പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നില്ല ശങ്കരാചാര്യ സോറി പറഞ്ഞിട്ടുണ്ടാവും. അത് പിന്നെ ശിവനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഥ മാറ്റി. പക്ഷെ എനിക്ക് തോന്നുന്നു പുലയനാണ്. പക്ഷെ ആ തെയ്യത്തിന് ഇട്ടിരിക്കുന്ന പേരെന്താ? പൊട്ടൻ തെയ്യം എന്നാണ് ആ തെയ്യത്തിന്റെ പേര്. അതായത് സത്യം പറയുന്നവർ പൊട്ടരാണ്. അതായത് അവർ മാറി നിൽക്കുന്ന, അതായത് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് വിധി കൽപ്പിക്കുന്ന ഒരു സമൂഹം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. സത്യം പറഞ്ഞ ആ പുലയന്റെ പേരിലെ തെയ്യത്തിന് ഇട്ടിരിക്കുന്ന പേര് പൊട്ടൻ തെയ്യമാണ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ളൊരു സാധനം മുമ്പ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കൂടുതൽ അത് എന്താ പറയാ വിശകലന വിധേയമാവുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്നതിൽ ശരിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ദളിതരായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് അനുഭവിച്ചു. ഇപ്പൊ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു ഈ കേരളത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള ഏറ്റവും അശ്ലീലമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സവർണർക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനം. അത് ഈ സംവരണത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ സംവരണം വേണ്ട എന്ന് പറയുന്നത് ഒരു പൊതുബോധം ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാണ് ഇവരെത്രയോ കാലം അനുഭവിച്ചുള്ള അപമാനങ്ങൾ, പീഡനങ്ങൾ, അതുവഴി അവർക്ക് ജനറ്റിക്കലി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകർഷതാബോധം, ഇതിനൊക്കെ മറികടക്കാനാണ് അംബേദ്കർ കൊണ്ടുവന്ന ഏറ്റവും ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു സംവരണം. അപ്പൊ ഇത് തിരിച്ചറിയോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ആളുകൾ മടി കാണിക്കുകയും പിന്തിരിഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ജാതീയത ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസങ്ങൾ എന്താണ് എന്ന് ചർച്ച ചെയ്യേണ്ടതില്ലേ? വേണം. ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പൊതുബോധത്തിൽ ഇപ്പോഴും ഒരു സവർണതയുണ്ട്. കേരളത്തിലെ പൊതുബോധത്തിൽ അത് കുറച്ചും കൂടെ ദൃശ്യമാണ്. ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് മുമ്പെങ്കില്ലാത്തതൊന്നും ഇന്ത്യയൊക്കെ മറ്റേ കോളേജ് കാലത്തിനേക്കാളും കുറച്ചും കൂടെ സവർണത ഭയങ്കരമായിട്ട് വന്നു. ജാതീയമായിട്ടുള്ള കല്യാണങ്ങൾ വളരെ നല്ലതാണെന്ന് പറയുന്നു. ഞാൻ സവർണനാണ് എന്ന് പറയുന്ന അഭിമാനം കൊള്ളുന്ന ആളുകൾ ഏറി വന്നു. ഒന്ന് നോക്കിയാൽ മതി, ഞാൻ നായരാണ്, ഞാൻ മേനോനാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റേ ബ്രാഹ്മണന്മാർ മാർക്കം ചെയ്ത എന്നൊക്കെ പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നു. ഫേസ്ബുക്കിലൊക്കെ പറയും ഞാൻ ജാതി പറയില്ല കേട്ടോ, ഞാൻ നല്ല നായരാണ്. ഞാൻ RSS കാരനല്ല എന്ന് പറയും. ഇപ്പൊ അങ്ങനത്തെയാണ്, ഞാൻ RSS കാരനായി പറയുന്നല്ല, എന്നാലും അപ്പൊ നമുക്ക് അറിയാം അത് ഈ കാലം അങ്ങനെയാണ്. അതെങ്ങനെ നമ്മളതിന് ഇനി വരുംകാലം അതെങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ളത് അനുസരിച്ചിരിക്കും കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതിൽ ആശങ്കയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിലെ ഉടനീളം ഉണ്ടാവുന്ന ഫാസിസ്റ്റ്
രീതികളുടെ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഈ പ്രാദേശിക ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രാദേശിക ദൈവങ്ങൾ മറന്നു പോകുന്ന അല്ല, അങ്ങനെ പ്രാദേശികമായിട്ട് ദൈവങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഇപ്പം പ്രാദേശിക ദൈവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഈ പറയുന്ന സവർണർ അംഗീകരിച്ചിട്ടുള്ള ദൈവങ്ങളുടെ വംശമായിട്ടോ ഭാഗമായിട്ടോ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കുട്ടിച്ചാത്തനെ ആഘോഷിക്കുന്ന സമയമാണ്. ചാത്തന്മാർക്ക് സിനിമയിലൂടെ ആണെങ്കിലും ഒരു പുനർവായന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ബ്രഹ്മയുഗം അത് സവർണ സിനിമയാണോ അവർണ സിനിമ? അതെ, സവർണ സിനിമയായിട്ടാണ് എനിക്ക് വായനയിൽ തോന്നിയത്. ബ്രഹ്മയുഗത്തിലെ ശരിക്കും ചാത്തനെ കെട്ടിയിട്ട ഒരു മനുഷ്യന്റെ ഒരു ബ്രാഹ്മണന്റെ കഥയല്ലേ അത് ഇൻഡയറക്ട്ലി പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് ചാത്തന്റെ പക്ഷത്തു നിന്നുള്ള കഥയല്ല, ചാത്തൻ വില്ലനാവുന്ന കഥയാണ്. പക്ഷെ എന്തുകൊണ്ട് ചാത്തൻ വില്ലനാകുന്നു എന്നുള്ള ചോദ്യം അവിടെ വരുന്നില്ല. വരുന്നില്ല. മാടമോഷം അതല്ല. മാടമോഷം ചാത്തൻ എന്ന് പറയുന്ന പാവം, മാടൻ എന്ന് പറയുന്ന ഒരു പാവം അമ്പലത്തിൽ നിന്ന് പുറത്താക്കും. ആ സാധനം എന്റെ നാട്ടിൽ നടക്കുന്നുണ്ട്. മുമ്പ് നമ്മള് തെയ്യത്തിനൊക്കെ സ്ഥാനമായിരുന്നു ഉണ്ടായത്, കാവുകളായിരുന്നു. സ്ഥാനം എന്ന് പറഞ്ഞ സ്ഥാനമാണ്, അത് തെയ്യത്തിന്റെ സ്ഥാനം. ഇപ്പൊ ആ തെയ്യത്തിന് സ്ഥാനം മാറ്റി. ഇപ്പൊ എന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള അമ്പലമുണ്ട്, നാദക്കോട്ട് താനമായിരുന്നു. അപ്പുറത്തെ അഴകുളം താനമായിരുന്നു. സ്ഥാനത്തിന് കാസർഗോഡ് പറയുന്ന താനം ഇന്നതാ ക്ഷേത്രമായി. അതായത് കാവുകൾ മാറി കലശാട്ട് വന്നു. അപ്പൊ എല്ലായിടത്തും ഇപ്പോ തെയ്യത്തിന് പണ്ട് അങ്ങനത്തെ കലശാട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. കലശാട്ട് മഹോത്സവമുണ്ട്. ഇത് ബ്രാഹ്മണവൽക്കരിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. അതായത് ഇവിടെ ബ്രാഹ്മൺസ് അത് ആധിപത്യം സ്ഥാപിക്കുന്നു, അവിടെ കലശാട്ട് കൊണ്ടുവരുന്നു. അപ്പൊ ഇതിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങളാണ്, ഇതിന്റെ പിന്നെ മുതലാളിമാർ എന്ന അർത്ഥത്തിൽ ആഖ്യാനം മാറി, നറേറ്റീവ് മാറി. പണ്ട് തെയ്യം അവർണരുതായിട്ടുള്ള ഒരു സ്പേസിലാണ് തെയ്യങ്ങൾ കെട്ടിയാൽ ചിലയിടങ്ങളിൽ ഇല്ല എന്നല്ല, മിക്ക സ്ഥലങ്ങളിലും. പക്ഷെ അതിന്റെ മേൽക്കോയ്മകളായിട്ട് ബ്രാഹ്മണർ മാറുന്ന ഒരു എന്താ പറയാ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ വടക്കേ മലബാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തെയ്യങ്ങൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന തെയ്യത്തിന്റെ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ അതുണ്ട്. അതെ, പക്ഷെ അതുണ്ടാകുമ്പോൾ തന്നെ ഇപ്പുറത്തെ വളരെ വളരെ സൈഡിലൂടെ ഈ ഇത്തരത്തിലുള്ളൊരു ബ്രാഹ്മണിക്കൽ അജണ്ട ഭയങ്കര കൃത്യമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ കലശാട്ട് മഹോത്സവം. ഈ പിന്നെ തെയ്യത്തിന് മുമ്പ് ഇവര് പ്രാമാണ്യം, ഇവർക്ക് പ്രഭോസ്ഥാനം വരുന്ന സ്ഥലത്തിലേക്ക് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നു. അതെന്തോ ഇവര് ആ തെയ്യം കിട്ടുന്ന സ്ഥാനത്തിലുള്ളവർക്ക് എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പരിപാടി സംഭവിക്കുന്നു.